ഇന്ന് മെയ് 8. ഇന്ന് രാത്രിയും നാളെയുമായിട്ട് ഒരുപാട് OTT റിലീസുകളുണ്ട്. ഈ ആഴ്ചത്തെ OTT റിലീസുകളും പുതിയ OTT അപ്ഡേറ്റുകളും എല്ലാമാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഒന്നാമത്തെ അപ്ഡേറ്റ്, പ്രതി നിരപരാധിയാണോ എന്ന ഇന്ദ്രൻസ് അഭിനയിച്ച മലയാളം ത്രില്ലർ ചിത്രം മനോരമ മാക്സിലൂടെ നാളെ മെയ് 9 മലയാളം ഭാഷയിൽ OTT റിലീസാകും. അടുത്തത്, ഒരുപാട് പേര് OTT റിലീസിന് വേണ്ടി കാത്തിരിക്കുന്ന ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഭാവന നായികയായ ഹണ്ട് എന്ന മെഡിക്കൽ ഹൊറർ ത്രില്ലർ മലയാളം ചിത്രം മെയ് 23 മനോരമ മാക്സിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസാകും. ഇന്നലെ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അജിത്ത് നായകനായ ഗുഡ് ബാഡ് അഗ്ലി എന്ന തമിഴ് ചിത്രവും ജാക്ക് എന്ന തെലുങ്ക് ചിത്രവും ഇന്നു മുതൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ കാണാവുന്നതാണ്. 10 ഹവേഴ്സ് എന്ന ക്രൈം ത്രില്ലർ തമിഴ് ചിത്രം ആമസോൺ പ്രൈമിലൂടെ വിദേശത്ത് മലയാളം, തമിഴ് ഭാഷകളിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. വിമൽ നായകനായ തുടിക്കും കരങ്ങൾ എന്ന തമിഴ് ആക്ഷൻ ക്രൈം ഡ്രാമ ചിത്രത്തിന്റെ മലയാളം പതിപ്പ് റീച്ച് മ്യൂസിക് എന്ന യൂട്യൂബ് ചാനലിലൂടെ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇരണ്ടാം കുത്ത് എന്ന തമിഴ് കോമഡി ഹൊറർ ചിത്രത്തിന്റെ മലയാളം പതിപ്പ് സ്പീഡ് ഓഡിയോ ആൻഡ് വീഡിയോ എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. തമന്ന അഭിനയിച്ച മിക്സഡ് അഭിപ്രായം നേടിയ തെലുങ്ക് സൂപ്പർ നാച്ചുറൽ ത്രില്ലർ ചിത്രമാണ് ഒഡല്ല 2. ചിത്രം ഇന്ന് ആമസോൺ പ്രൈമിലൂടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ആയിട്ടുണ്ട്. ആസ്ത്രം എന്നൊരു ക്രൈം ത്രില്ലർ തമിഴ് ചിത്രം ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം മെയ് 9 ആഹാ തമിഴിലൂടെ തമിഴ് ഭാഷയിൽ OTT റിലീസാകും. ഇൽ തക്ക സെയ്യ എന്നൊരു ത്രില്ലർ തമിഴ് ചിത്രം നാളെ മെയ് 9 ടെന്റ് കോട്ടയിലൂടെ തമിഴ് ഭാഷയിൽ OTT റിലീസാകുന്നതാണ്. റൊമാൻറ്റിക് ആക്ഷൻ ത്രില്ലർ തമിഴ് ചിത്രമാണ് നസീപ്പായ. മിക്സഡ് അഭിപ്രായം നേടി വിജയിക്കാൻ സാധിക്കാതെ പോയ ഈ സിനിമ മെയ് 16 സൺ നെക്സ്റ്റിലൂടെ തമിഴ് ഭാഷയിൽ OTT റിലീസാകും. ദ റോയൽസ് എന്ന പുതിയ ഹിന്ദി റൊമാൻറ്റിക് സീരീസ് നാളെ ഉച്ചയോടെ മെയ് 9 നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. നൊനാസ് എന്ന ഇംഗ്ലീഷ് കോമഡി ഡ്രാമ ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ നാളെ മെയ് 9 ഉച്ചയ്ക്ക് 1:30 തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ ഡയറക്റ്റ് OTT റിലീസാകും. ജോൺ അബ്രഹാം അഭിനയിച്ച മികച്ച അഭിപ്രായം നേടിയ ഹിന്ദി ചിത്രമാണ് ദ ഡിപ്ലോമാറ്റ്. നെറ്റ്ഫ്ലിക്സിലൂടെ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം മെയ് 9 ഹിന്ദി ഭാഷയിൽ OTT റിലീസാകും. ഗ്രാം ചികിത്സാലയ് എന്ന ഹിന്ദി സീരീസും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം മെയ് 9 ആമസോൺ പ്രൈമിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസാകുന്നതാണ്. പ്യാർ പൈസ പ്രോഫിറ്റ് എന്നൊരു ഹിന്ദി സീരീസ് ഇപ്പം ആമസോൺ MS പ്ലെയറിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസായിട്ടുണ്ട്. അടുത്തത്, അക്കട അമ്മായി ഇക്കട അബ്ബായി എന്നൊരു തെലുങ്ക് റൊമാൻറ്റിക് കോമഡി ഡ്രാമ ചിത്രം ഇന്ന് ETV വിൻ വഴി തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. കാലമേഘ കരികിന്തി എന്നൊരു തെലുങ്ക് റൊമാൻറ്റിക് ചിത്രം നാളെ മെയ് 9 സൺ നെക്സ്റ്റിലൂടെ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ആകുന്നതാണ്. റോബിൻ ഹുഡ് എന്ന മിക്സഡ് അഭിപ്രായം നേടിയ ആക്ഷൻ കോമഡി ഹെയ്സ്റ്റ് ത്രില്ലർ തെലുങ്ക് ചിത്രം മെയ് 10 വരുന്ന ശനിയാഴ്ച വൈകിട്ട് 6 മണിയോടെ ZEE5 തെലുങ്ക് ഭാഷയിൽ OTT റിലീസാകും. അജയ് ദേവ്ഗൺ അഭിനയിക്കുന്ന മിക്സഡ് അഭിപ്രായം നേടിയ 130 കോടി കളക്ഷൻ കടന്ന ക്രൈം ത്രില്ലർ ഹിന്ദി ചിത്രമാണ് റെയ്ഡ് 2. നെറ്റ്ഫ്ലിക്സിലൂടെ സിനിമ ജൂൺ മാസം അവസാനത്തോടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസാകും. ജൂൺ 26 സിനിമയുടെ അൺഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ്. സൂര്യ നായകനായ തമിഴ്നാട്ടിൽ പോസിറ്റീവും കേരളത്തിൽ മിക്സഡും അഭിപ്രായങ്ങൾ നേടിയ റൊമാൻറ്റിക് ആക്ഷൻ ത്രില്ലർ തമിഴ് ചിത്രമാണ് റെട്രോ. 80 കോടി കളക്ഷൻ കടന്ന ചിത്രം മെയ് മാസം അവസാനത്തോടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസാകും. മെയ് 29 ചിത്രത്തിന്റെ അൺഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ്. അവസാനത്തെ അപ്ഡേറ്റ്, മോശമല്ലാത്ത അഭിപ്രായം നേടിയ മലയാളം കോമഡി ഫാന്റസി ത്രില്ലർ ചിത്രമാണ് എന്ന് സ്വന്തം പുണ്യാളൻ. 2 മാസക്കാലമായിട്ട് യാതൊരു OTT വിവരവും പുറത്തു വരാത്ത ഈ സിനിമയുടെ എക്സ്പെക്റ്റഡ് OTT റിലീസ് ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അത് പ്രകാരം സിനിമ മെയ് 23 ആമസോൺ പ്രൈമിലൂടെ OTT റിലീസാകുമെന്നാണ്.